ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാത്ത് കാത്ത് പോത്തായി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എല്ലാവരും. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഫാൻസ് ഉള്ളത് ഇപ്പോൾ. വേറെ ആരെ കാര്യമല്ല, ഞാൻ പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആരെ കാര്യമാണ് പറയാൻ പോകുന്നത്. എംബോമെ, ബ്രയാൻ എംബോമെ, ബ്രെൻഫോർഡിന്റെ. എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ആ ഒരു പ്ലെയറിന്റെ പിന്നാലെ നടക്കുക. അവന്മാരവിടെ നിന്ന് കുറെ കാലായി. എന്താണ്, ഏകദേശം ഇപ്പൊ ഒരു ഒന്നര മാസമായിട്ടുണ്ടാവും നെഗോഷിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലെയറിന്റെ പിന്നാലെ പോയിട്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും കംപ്ലീറ്റ്ലി ഡീൽ ഓഫ് ആവും. ഫാൻസിന്റെ കണ്ണിപ്പൊടി ഇടാൻ ഇവരെ കഴിച്ചിട്ടേ വേറെ ആളുള്ളൂ. നമ്മുടെ ഇങ്ങനത്തെ ഈ ഒരു മാനേജ്മെന്റിനെ പോലെ ലോകത്തുണ്ടാവില്ല എന്ന് തോന്നുന്നത്. ലോകത്തുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ആ ചെൽസിനെയൊക്കെ കണ്ടു പഠിക്കാൻ പറയണം. റീബിൽഡ് എന്ന് പറഞ്ഞാൽ അതാണ് റീബിൽഡ്. അതാവണം റീബിൽഡ്. അടിച്ചു ഓടിക്കുക പ്ലേയേഴ്സിനെ, ചറ പറന്ന് പറഞ്ഞിട്ട് വാങ്ങുക. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ഇതെന്തിനാണ് ഇവർ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നത്, ഒരു ഐഡിയ ഇല്ലല്ലോ. പക്ഷേ ഇപ്പൊ നോക്ക്, അവര് ആ ചെൽസി എന്ന് പറയുന്ന ഒരു ടീം ഇപ്പൊ എവിടെയുള്ളത്? ലോകത്തിന്റെ നെറുകയിലാണുള്ളത്. PSG പോലത്തെ ചാമ്പ്യൻസ് ലീഗ് അടിച്ച് അപാര ഫോമിൽ കുതിക്കുകയായിരുന്ന PSG പോലത്തെ ഒരു ടീമിന് 3-0 ഫസ്റ്റ് ഹാഫിൽ തന്നെ 3 ഗോൾസിന്റെ ലീഡ്. സെക്കൻഡ് ഹാഫിൽ അവരത് പിടിച്ചു നിന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. അതുമാത്രമല്ലാണ്ട് ചെൽസിന്റെ ആ ഒരു സ്ക്വാഡ് ഡെപ്ത് തന്നെ നോക്ക്. അതാണ് മാനേജ്മെന്റ്. അല്ലാണ്ട് ഇവിടെ ഉണ്ട് വാർദ്ധക്യ അവസ്ഥയിൽ മറ്റേ പെൻഷൻ വാങ്ങാൻ നിൽക്കുന്ന കുറച്ച് ടീം. പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കേണ്ട സമയമായി. അങ്ങനത്തെ എല്ലാം കയ്യിൽ ക്ലബ്ബ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറവും നമ്മൾ കാണേണ്ടി വരും. വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവും ചിലപ്പോ. നമ്മളെ മറ്റേ കിളവൻ കാക്ക ഇനിയോസിറ്റ് ഷുഗറിന്റെയും പ്രഷറിന്റെയും എല്ലാം ഗുളിക അടിച്ചിട്ട് നടക്കുന്നതായിരിക്കും. എന്തിനാണാവോ കേറി വന്നിട്ട് മര്യാദക്ക് ആ ഖത്തറിന് ഫുൾ ടേക്ക് ഓവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെൽസിനെ പോലെ തന്നെ നമ്മൾ ആവുമായിരുന്നു. ഇപ്പൊ നോക്ക്, 2 മാസം 3 മാസം കഴിഞ്ഞാൽ എംബോമ വരാനൊന്നും പോകുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ബ്രെൻഫോർഡ് ചോദിക്കുന്നതിന്റെ അയലത്ത് നമ്മൾ എത്തിയിട്ടില്ല. ഞാനൊക്കെ ഇത്രയും കാലം വിചാരിച്ചത് ഓക്കെ, ഒരു 1-2 മില്യൺ 5 മില്യൺ ആയിട്ട് ആയിരിക്കും. ആ നെഗോഷിയേഷനിൽ അതങ്ങ് ക്ലോസ് ആവും. കഴിഞ്ഞ ദിവസമാണ് പോസ്റ്റ് കണ്ടത്, അടുത്തു പോലും ഇല്ല. അപ്പൊ പിന്നെ ഇവന്മാർ എന്താണ് അവിടെ കഥ പറഞ്ഞ് കളിക്കുകയാണ്? ഇവന്മാരെല്ലാ ദിവസവും പോയി അവിടെ ഇരുന്ന് എന്താണ് കഥ പറയുകയാണ്? മനസ്സിലാവുന്നില്ല എന്താണ് ഇവന്മാർ അവിടെ കളിച്ചു കൂട്ടുന്നത്. എന്നിട്ട് അതിന് പേര് നെഗോഷിയേഷൻ. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വേറെ ഒരു ട്രാൻസ്ഫർ ന്യൂസ് എന്താണ് ഇന്ന് കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ എമി മാർട്ടീനസിന്റെ ലിങ്ക്സ് വീണ്ടും എന്താ പറയാ ഭയങ്കര ഹോട്ടായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അമോറിം തന്നെ മാർട്ടീനസിനെ വേണമെന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് കണ്ടത്. പക്ഷേ ആ ഒരു എമൗണ്ട് തന്നെയാണ് 40 മില്യൺ ആണ് ആസ്റ്റൺ വില്ല ചോദിക്കുന്നത്. പക്ഷെ അത് കുറക്കാനുള്ള സാധ്യതയുണ്ട്. 33-30 ഒക്കെ എത്തും എന്നൊക്കെ പറയുന്നു. കാരണം അവര് പ്ലെയറിനെ വെറുപ്പിക്കാതെ പറഞ്ഞു വിടാനുള്ള ഒരു പരിപാടിയാണെന്നൊക്കെ കണ്ടു. അമോറിമിന് വേണം തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ട ഒരു പോസ്റ്റ് എമി മാർട്ടീനസിന്റെ. കാരണം എല്ലാവർക്കും അറിയാലോ, ഒനാനെ പരിക്ക് പറ്റിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 8 to 10 വീക്സ് ഔട്ട് ആയിരിക്കും, ഹാംസ്ട്രിങ്. എന്തായാലും ഒരു ഗോൾ കീപ്പർ വേണമെന്ന് എനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കറക്റ്റ് ടൈമിലാണ് ചങ്ങായിക്ക് ഇഞ്ചുറി വന്നത്. ചങ്ങായിന്റെ ഒരു പ്രീ സീസണിൽ നമ്മുടെ ഈ ട്രെയിനിങ് തുടങ്ങുന്നതിന് മുന്നേ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കളിക്കുന്ന പോലെ പുള്ളിക്കാരന്റെ നാട്ടിൽ പോയിട്ട് കളിച്ച അവിടുന്ന് എങ്ങനെ ഇഞ്ചുറി ആയതാ. എന്നിട്ട് മിണ്ടാതെ ഇവിടെ വന്ന് ചിരിച്ചുകൊണ്ട് വന്ന എന്താ ചിരി, 32 പല്ലും കാണിച്ചിട്ടുള്ള ചിരിയായിരുന്നു ആ കാറിൽ വരുമ്പോ ഫസ്റ്റ് ഡേ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അയ്യോ, നമ്മുടെ മറ്റേ ആ ഒരു പടത്തില് പാഷാണം ഷാജി വീഴുന്നുണ്ടല്ലോ, അയ്യോ 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 തല കറങ്ങുന്ന തല, അതുപോലെ വീണിട്ട് അവിടെ കിടന്നു. എനിക്ക് ഇവിടുന്നാണ് ഇഞ്ചുറി വന്നത് എന്ന് പറഞ്ഞിട്ട് എന്തോ ആവട്ടെ, ഇഞ്ചുറി വന്നത് നല്ലത്. ഒരു ഗോൾ കീപ്പറിനെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ജോൺ വിക്ടറിന്റെ വീഡിയോ ഇട്ടിരുന്നു. ജോൺ വിക്ടറിന്റെ ലിങ്ക്സും ഉണ്ടായിരുന്നു, ബൊട്ടാഫോഗയുടെ ഗോൾ കീപ്പർ. പക്ഷെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് വന്നിരിക്കുന്നത് എമി മാർട്ടീനസ് തന്നെയാണ് വീണ്ടും. പക്ഷെ എമി മാർട്ടീനസിന്റെ പ്രൈസ് ആണ്
എംബുമേക്ക് ഒരു എക്സ്ട്രാ 5 മില്യൺ 10 മില്യൺ കൊടുക്കാൻ ഇവരെ കൊണ്ട് പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ എമി മാർട്ടിനസിനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. കാരണം ആസ്റ്റൺ വില്ല ചോദിക്കുന്നത് അത്രയും വലിയ പൈസയാണ്. ഇവിടെ കക്കൂസിലേക്കുള്ള ബക്കറ്റ് വാങ്ങാനുള്ള പൈസ അവരുടെ അടുത്തില്ല എന്നാണ് തോന്നുന്നത്. എല്ലാവരും ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് തോന്നുന്നത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ സർ ജിമ്മ് മാക്സിമം കോസ്റ്റ് കട്ടിങ് ആണല്ലോ നോക്കുന്നത്. അപ്പൊ പൈപ്പിലെ വെള്ളം ഓഫ് ആക്കിയിട്ടുണ്ടാവും, ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അവിടെ. എല്ലാം കൊണ്ടും നശിച്ച് നാറാണത്ത് കല്ലെടുത്തിട്ടുള്ളത്. ഇങ്ങനെ പോവാണെങ്കിൽ ഈ ക്ലബ്ബ് പൂട്ടിയിട്ട് പോകുന്നതല്ല നല്ല. എന്തിനാണ് ഇങ്ങനെ ഇനിയൊരു സീസണിന് നമ്മൾ കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാറിപ്പോകുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ കണ്ണിപ്പൊടിയിടാൻ ഒരു മത്തായോസ് കൂനയുടെ ഒരു ഡീല് നടത്തിയിട്ട് എനിക്കിനി ഒന്ന് കേൾക്കാൻ വയ്യേ കാണാൻ വയ്യേ എന്നുള്ള രീതിയിലാണ് ആ കള്ളക്കളവന്മാര് നിൽക്കുന്നത്. എത്ര കാലായി ആ ഗ്ലേസേഴ്സ് ഒക്കെ 2007 2008 തൊട്ട് ഇവിടെ ഉണ്ട്. സർ അലക്സ് ഫെർഗൂസൺ പോയതിന് ശേഷം ഒന്ന് മെച്ചപ്പെടുത്താനോ ഒന്ന് രക്ഷപ്പെടുത്താനോ വീണെടുത്ത് ചവിട്ടിത്താത്തുക എന്ന് പറയില്ലേ, വീണ്ടും വീണ്ടും പാതാളത്തിലേക്ക് ചവിട്ടിത്താത്താണ് ഈ ഗ്ലേസേഴ്സ് ഒക്കെ ചെയ്യുന്നത്. കൈപിടിച്ച് ഉയർത്താൻ ശ്രമിക്കുന്നേ ഇല്ല. 100% പറയാലോ, ശ്രമിക്കുന്നേ ഇല്ല. അതുപോലത്തെ ഊളത്തരവും ചെറ്റത്തരവുമാണ് ഇവന്മാർ കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുന്ന അറിയില്ല. ഒരു സെയില് നടത്താൻ പറ്റുന്നില്ല. റാഷ്ഫോർഡ് പോയിട്ടില്ല, സാൻചോ പോയിട്ടില്ല, ഗെർനാച്ചോ പോയിട്ടില്ല, മലാഷിയോ പോയിട്ടില്ല, ഒരു മനുഷ്യനും പോയിട്ടില്ല. ആന്റണിയുടെ അഡ്രസ്സേ ഇല്ല. അവൻ എവിടെയുള്ളത് ഒരു ഐഡിയ ഇല്ല. ഗെർനാച്ചോവും റാഷ്ഫോർഡൊക്കെ ഒറ്റക്ക് വന്നിട്ട് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഫ്രീഡം ഫൈറ്റർ പിന്നെ തോക്കൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പോലും, യുദ്ധത്തിന് പോകുന്നത് പോലെ. അവന് ട്രെയിനിങ് ഒന്നും ബാധകമല്ല. അതായത് നമ്മളെടുത്ത് എന്താണ് ട്രെയിനിങ് അല്ല, പേഴ്സണൽ ട്രെയിനിങ്ങിൽ നടത്തും, അത് അവനൊന്നും ചെയ്യില്ല. അവ ഉപ്പ് സത്യാഗ്രഹത്തിന് പോകുന്ന പോലെ ചാക്കിൽ വെച്ചിട്ടും തോക്കൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പാറാവുകാരൻ നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. അതും ഒരു ന്യൂസ് കണ്ടിരുന്നു ജേഡൻ സാൻജോന്റെ. അവൻ ചോദിക്കുന്ന 4.5 എങ്ങാനും നമുക്ക് ചെൽസിന്റെ അടുത്ത് കിട്ടിയേ. അപ്പൊ അവന് 4 എങ്ങാനാണ് പോലും ചോദിച്ചത്. എനിക്ക് കോമ്പൻസേഷൻ വേണം, കൊടുത്തു ഒഴിവാക്കാന്നൊക്കെ കണ്ടിരുന്നു. യുവന്റസ് ആകെ 15 മില്യൺ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ആക്സെപ്റ്റ് ചെയ്യുക അല്ലാതെ വേറെ വഴിയില്ല. കാരണം ഇതൊന്നും തലേന്ന് പോവില്ല. പിന്നെ റാഷ്ഫോർഡിന്റെ കാര്യം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ലിവർപൂളിന്റെ ലിങ്ക്സ് കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളെ ഈ പേര് മാറ്റാൻ ടൈമായി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് FC മാറ്റിയിട്ട് എന്താണ് ഇൻട്രസ്റ്റഡ് FC അല്ലെങ്കിൽ ലിങ്ക് FC അങ്ങനെ എന്തെങ്കിലും ആക്കേണ്ടി വരും. സത്യം പറയാലോ, വെറുത്തുപോയി. ഒരു എംബോമയുടെ ഡീലൊന്നും ഇവന്മാർക്ക് പറ്റുന്നില്ലെങ്കിൽ എങ്ങനെ വലിയ വലിയ പ്ലേയേഴ്സിന്റെ ഡീലൊക്കെ ഇവന്മാര് നടത്തും? ഇനി ആകെ അത്ര ദിവസമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചത് ഈ ആഴ്ച എന്തായാലും നടക്കുന്നു. ഞാൻ തിങ്കൾ നോക്കി, ചൊവ്വ നോക്കി, ഇന്ന് ബുധന് നോക്കി, ഇതുവരെ ഹിയർ വി ഗോ വന്നിട്ടില്ല. ഇനി എപ്പോഴാ വരിക? പ്രീ സീസൺ ടൂറിന് പോകേണ്ട ടൈമായി. ഇനി ലാസ്റ്റ് ഓഗസ്റ്റ് 31 വേണമെങ്കിൽ ആരെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമായിരിക്കും, നമ്മുടെ കാൽവേർട്ട് ലൂയിൻ, വാറ്റ്കിൻസ് അങ്ങനത്തെ ഏതെങ്കിലും പ്ലേയേഴ്സിന്. പിന്നെ ഒരു ന്യൂസ് കണ്ടത് ടൊളീസോനെ നോക്കുന്നുണ്ട്, ലിയോന്റെ. തലക്ക് സുഖയില്ലാത്ത ആൾക്കാർ ക്ലബിൽ ഉണ്ടെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. ചക്ക ചോദിച്ചു കഴിഞ്ഞാൽ മാങ്ങ കൊടുക്കുക, മാങ്ങ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സപ്പോർട്ട കൊടുക്കുക, അല്ലെങ്കിൽ സബർജല്ലിക്ക കൊടുക്കുക. ആ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. ചോദിക്കുന്ന ആൾക്കാരെ വാങ്ങിച്ചു കൊടുക്കുന്നുമില്ല. എനിക്ക് ആ ചെൽസിനെയൊക്കെ കണ്ടിട്ട് ഹാറ്റ്സ് ഓഫ് പറയാനാണ് തോന്നുന്നത്. ചെൽസി പ്രീമിയർ ലീഗ് അടിക്കണം. കാരണം നമ്മുടെ അത്ര വലിയ റൈവൽസ് അല്ല. കാരണം അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് നൈസായിട്ട് അവരെ അടിച്ചോട്ടെ. ബാക്കി ആരടിക്കുന്നതിൽ നല്ലത് ചെൽസി അടിക്കുന്നതാണ്. നല്ല സ്ക്വാഡുണ്ട്. ഏത് സ്ക്വാഡ് ഡെപ്ത്, ഏത് ജാതി. ചെൽസിന്റെ ജാക്സനെയൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അവനെ ഒഴിവാക്കിയതാണ്. എന്നിട്ട് അതിനെ വേണ്ടാത്ത സാധനങ്ങളെ, അത് തുപ്പി എറിഞ്ഞ സാധനം ഉണ്ടാവില്ലേ, തുണ്ടി പോലത്തെ, അതിനെ പോയിട്ട് എടുക്കാനാണ് ഇവന്മാര് നോക്കുന്നത്. പണ്ട് കാര്യമില്ല. വലിയ പ്രതീക്ഷയൊന്നുമില്ല. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച്. ആ മത്തായോസ് കൂനയുടെ ഫസ്റ്റ് ഡേ തന്നെ നടത്തിയപ്പോ ഞാൻ വിചാരിച്ചു, കാക്ക മലന്ന് പറന്ന് ആകാശം രണ്ടാക്കി എന്ന് വിചാരിച്ചതാ. എവിടെ ആസ് യൂഷ്വൽ പഴയതുപോലെ തന്നെ. എന്തായാലും വരും ദിവസങ്ങളിൽ എന്താണോ പുതിയ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.